ഓരോ ദിവസവും നാം കേൾക്കുന്ന വാർത്തകൾ പ്രണയത്തിന് പ്രായം, ദേശം, കാലം, വർണ്ണം തുടങ്ങിയ യാതൊരു അതിരുകളുമില്ലെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിൽ ലോകശ്രദ്ധ നേടിയ ഒരു പ്രണയകഥയാണ് ഇപ്പോൾ ജപ്പാനിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. 83 വയസ്സുകാരിയായ ഐക്കോയും 23 വയസ്സുകാരനായ കോഫുവും തമ്മിലുള്ള പ്രണയം സമൂഹം നിർവചിക്കുന്ന പ്രണയ സങ്കല്പങ്ങളെയും വിവാഹ സങ്കല്പങ്ങളെയും തിരുത്തി എഴുതാൻ ശേഷിയുള്ളതാണ്. 6 പതിറ്റാണ്ടിലേറെ പ്രായവ്യത്യാസമുള്ള ഈ പ്രണയബന്ധം യഥാർത്ഥ സ്നേഹം എന്നത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. പതിവായി കൊച്ചുമകളുടെ വീട്ടിൽ വരുമായിരുന്ന കോഫുവുമായി ഐക്കോ അടുപ്പം സ്ഥാപിക്കുന്നത് അങ്ങനെയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ താൻ കോഫുവുമായി പ്രണയത്തിലായെന്ന് ഐക്കോ പറയുന്നു. നല്ല ചുറുചുറുക്കും അതേസമയം ശാന്തമായ സ്വഭാവമാണ് അവന്. അറിയാതെ അവനുമായി പ്രണയത്തിലായിപ്പോയെന്നാണ് ഐക്കോ മുത്തശ്ശി പറയുന്നത്. കോഫുവിനാകട്ടെ ഐക്കോയുടെ ജീവിതാനുഭവങ്ങളും അവരിലെ ഊർജ്ജസ്വലതയും വലിയ പ്രചോദനമായി. വലിയ പ്രായവ്യത്യാസം കാരണം തങ്ങളുടെ പ്രണയം തുറന്നു പറയാൻ ആദ്യം ഇരുവരും മടിച്ചിരുന്നു. ഈ ബന്ധം സമൂഹം എങ്ങനെ കാണുമെന്നോ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്നോ ഉള്ള ആശങ്കകളും അവർക്കുണ്ടായിരുന്നു. എന്നാൽ വിധി അവർക്കായി ഒരു അവസരമൊരുക്കി. ഐക്കോയുടെ കൊച്ചുമകൾ ഒരു ഡിസ്നിലാൻഡ് ടൂർ പ്ലാൻ ചെയ്തെങ്കിലും അവസാന നിമിഷം അവൾക്ക് യാത്രയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അതോടെ ആ യാത്രയിൽ ഐക്കോയും കോഫുവും മാത്രമായി. ആ സമയത്താണ് ഇരുവരും പരസ്പരം പ്രണയം തുറന്നു പറയുന്നത്. അവിടെ നിന്നാണ് അവരുടെ ബന്ധം പുതിയ തലങ്ങളിലേക്ക് വളർന്നതും. പ്രണയത്തിലാണെന്ന് ഇരുവരും വീട്ടുകാരെ അറിയിച്ചപ്പോൾ എല്ലാവരും അതിനെ പിന്തുണച്ചു. ഈ പ്രായവ്യത്യാസം ഒരു പ്രശ്നമായി ആരും കണ്ടില്ല. ഈ തുറന്ന സമീപനം അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കി. നിലവിൽ ഐക്കോയും കോഫുവും ഒരുമിച്ചാണ് താമസം. അവൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ വലിയ ഒറ്റപ്പെടൽ തോന്നും. എന്നാൽ അവന് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കാത്തിരിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്നും ഐക്കോ പറയുന്നു. ഈ വാക്കുകൾ അവരുടെ ബന്ധത്തിലെ ആഴത്തിലുള്ള സ്നേഹത്തെയും പരസ്പര ധാരണയുമാണ് സൂചിപ്പിക്കുന്നത്. 2 തവണ വിവാഹിതയായ ഐക്കോയ്ക്ക് ഒരു മകനും ഒരു മകളും 5 പേരക്കുട്ടികളുമുണ്ട്. കോഫു ആകട്ടെ സർവകലാശാലയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ്. ഒപ്പം ഒരു ക്രിയേറ്റീവ് ഡിസൈൻ കമ്പനിയിൽ ഇന്റേണായും ജോലി ചെയ്യുന്നു. അവളോടൊപ്പം ജീവിക്കുന്നതിൽ വളരെയേറെ സന്തോഷവാനാണെന്നും കോഫു പറയുന്നു. ഐക്കോ കോഫു പ്രണയകഥ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു. പ്രണയത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് വാദിക്കുന്നവർ ഈ കഥയെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ അവരുടെ പ്രായമോ രൂപമോ സാമൂഹിക പദവിയോ അല്ല, മറിച്ച് അവരുടെ മനസ്സാണ് പ്രധാനമെന്നും അവർ പറയുന്നു. എന്നാൽ പ്രായവ്യത്യാസമുള്ള പ്രണയബന്ധങ്ങളെ സമൂഹം പൊതുവെ സംശയത്തോടെയാണ് നോക്കിക്കാണാറുള്ളത്. സാമ്പത്തിക നേട്ടങ്ങൾക്കോ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വേണ്ടിയാകാം ഇത്തരം ബന്ധങ്ങളെന്ന് ചിലർ ആരോപിക്കാറുണ്ട്. എന്നാൽ ഐക്കോയുടെയും കോഫുവിന്റെയും ബന്ധം ഈ മുൻധാരണകളെ തിരുത്തിക്കുറിച്ചേക്കാം. പരസ്പരം ബഹുമാനം, സൗഹൃദം, വൈകാരികമായ അടുപ്പം എന്നിവയാണ് അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. മനഃശാസ്ത്രജ്ഞർ പ്രായവ്യത്യാസമുള്ള പ്രണയങ്ങളെക്കുറിച്ച് പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അത്തരം ബന്ധങ്ങളിൽ പ്രായം കുറഞ്ഞ പങ്കാളിക്ക് പ്രായം കൂടിയ പങ്കാളിയുടെ അനുഭവ സമ്പത്തും പക്വതയും നേട്ടമാകും. അതേസമയം പ്രായം കൂടിയ പങ്കാളിക്ക് ചെറുപ്പക്കാരുടെ ഊർജ്ജവും ലോകത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകളും ഗുണകരമാകും. ഈ ബന്ധങ്ങളിൽ പരസ്പരം പഠിക്കാനും വളരാനും സാധിക്കുന്ന ഒരു ഇടവുമുണ്ട്. ഐക്കോയുടെയും കോഫുവിന്റെയും കാര്യത്തിൽ കോഫുവിന് ഐക്കോയുടെ ജീവിതാനുഭവങ്ങൾ ഒരു മുതൽക്കൂട്ടാകാം. അതേസമയം ഐക്കോയ്ക്ക് കോഫുവിന്റെ യുവത്വവും ഊർജ്ജസ്വലതയും ജീവിതത്തിലേക്ക് പുതിയ ഉണർവും നൽകും. എന്നിരുന്നാലും ഇത്തരം ബന്ധങ്ങളിൽ ചില വെല്ലുവിളികളും ഉണ്ടാകാം. സാമൂഹിക സമ്മർദ്ദങ്ങൾ, കുടുംബാംഗങ്ങളുടെ എതിർപ്പുകൾ, ആരോഗ്യകരമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ അതിൽ ചിലതാണ്. എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരുമിച്ച് നിൽക്കുന്നവർക്ക് അവരുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. ഐക്കോ കോഫു പ്രണയകഥ ലോകത്തിന് നൽകുന്നത് ഒരു വലിയ സന്ദേശമാണ്. സ്നേഹം എന്നത് ശാരീരികമായ കാര്യങ്ങൾക്കപ്പുറം രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ആത്മബന്ധമാണ്. സമൂഹം നിശ്ചയിക്കുന്ന നിയമങ്ങളും കാലഹരണപ്പെട്ട സങ്കല്പങ്ങളും പ്രണയത്തിനൊരു തടസ്സമല്ലെന്ന് ഈ പ്രണയകഥ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് പുതിയ തലത്തിൽ ചിന്തിക്കാൻ ഈ കഥ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓരോ വ്യക്തിക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും സ്വന്തം ഇഷ്ടങ്ങളെ പിന്തുടരാനും സ്വാതന്ത്ര്യമുണ്ടെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രണയം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് വിജയം നേടുമെന്ന് ഐക്കോയുടെയും കോഫുവിന്റെ ജീവിതം ലോകത്തോട് വിളിച്ചു പറയുന്നു.